ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എന്തെല്ലാം വിശേഷം കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണോ? അപ്പം എന്താ പറയുക, ഞാൻ മക്കൾ സുഖമായിട്ടിരിക്കുന്നു. കുഴപ്പമില്ല ഒന്നും ഞാൻ പറയുന്നില്ല. ചെറിയ ചെറിയ കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ മക്കളൊക്കെ ഉള്ള സ്ഥലത്ത് എന്തായാലും കുഴപ്പങ്ങളില്ലാണ്ട് കൂടുതൽ. അപ്പം ഇന്ന് ഫുള്ള് എന്താ പറയുക, ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു. വൈകുന്നേരമാണ് നമ്മൾ എത്തിയത് കേട്ടോ. അപ്പോൾ പകലൊന്നും വീഡിയോ ഇടാൻ കഴിഞ്ഞില്ല. ഹോസ്പിറ്റലിൽ പോകണമൊക്കെ ഞാൻ വീഡിയോ എടുക്കുമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ മക്കളായിട്ട് പോകുമ്പോൾ നമുക്കൊക്കെ എന്താ പറയുക ആവില്ല. അല്ല പിന്നെ ഒറ്റയ്ക്കൊക്കെ ആണെങ്കിലൊക്കെ അല്ലേ നമുക്ക് നടക്കുള്ളൂ. ഇപ്പോൾ രണ്ടാളുള്ളതുകൊണ്ടേ പിന്നെ നമ്മൾ തന്നെ ഒരേ നോക്കിയാക്കിയൊക്കെ വേണ്ടേ. അപ്പോൾ നമുക്ക് അതിനുള്ളൊരു സമയം കിട്ടൂല. അപ്പോൾ എന്താ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ? കിടക്കാനായോ? അപ്പോൾ രാത്രിയാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ വീഡിയോ കാണുന്ന ആൾക്കാർ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ കാണുകയാണെങ്കിൽ മാത്രമേ ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടിട്ട് എനിക്ക് എന്തെങ്കിലും ഒരു കാര്യമുള്ളൂ. നിങ്ങൾ കാണുന്ന നിങ്ങൾക്കും എന്താ പറയുക, ഇടുന്ന എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം ലാസ്റ്റ് വരെ. കാരണം നമ്മൾ ഇതിലൊരു എന്തെങ്കിലും ഒരു വരുമാനം നമ്മൾ കിട്ടും എന്നുള്ളൊരു ചെറിയൊരു പ്രതീക്ഷ. കാരണം ഓനെ ഒന്നും നമുക്ക് വലിയ വലിയ വരുമാനമൊന്നും എന്തായാലും കിട്ടില്ല. കാരണം നമുക്ക് അങ്ങനെയുള്ള വ്യൂസും കാര്യങ്ങളൊന്നുമില്ല, കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ ചെറുതാണെങ്കിൽ ചെറുത് ഒരിക്കലെങ്കിലും കിട്ടിയാൽ നമുക്കത് വലിയൊരു ആശ്വാസമാണല്ലോ. അപ്പോൾ നമ്മൾ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ പിന്നെ പറഞ്ഞു തന്നത് എന്താ വെച്ചാൽ, ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഓളെന്ന് ബട്ടൺ ഒന്ന് എന്താ പറയുക എനേബിൾ ചെയ്യുക. പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കമൻറ്റ് തരിക കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ പറഞ്ഞതെന്ന് വെച്ചാൽ, രാവിലെ തന്നെ ഞങ്ങൾ ഇവിടുന്ന് ഒരു 9 മണിയൊക്കെ ആകുമ്പോഴേക്ക് പോയി കിട്ടും. ഒന്ന് ഹോസ്പിറ്റലിലേക്ക് പോയിക്കുന്നത്. അപ്പോൾ OP ടൈമല്ലേ നമ്മളോട് ചെല്ലാൻ പറഞ്ഞത്. അപ്പോൾ അവിടെ എത്തി ഒ പിയിൽ കാണിക്കാനാണ് പറഞ്ഞത്. അങ്ങനെ ഒരാളെ കാണിച്ചു. അപ്പോൾ ഓക്ക് ചെറിയൊരു ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതാണ് നമ്മളോട് OP ചെല്ലാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ എന്താ പറയുക, നമ്മൾ കുറച്ചൊരു സമയം, അതായത് ഒരു 4 മാസത്തെ ഒരു ഗ്യാപ്പ് നമ്മൾ കിട്ടിയത്. അവർക്ക് എന്താ പറയുക, ആ ടൈമിലാണ് നമുക്ക് ടൈം തന്നത്. അതായത് മെയ് 6-ാം തീയതി അഡ്മിറ്റ് ആവാനാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ 7-ാം തീയതി പക്ഷേ 6-ാം തീയതി നമ്മൾ അഡ്മിറ്റ് ആവാനാണ് പറഞ്ഞത്. ടെസ്റ്റും കാര്യങ്ങളൊക്കെ എഴുതി തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ പോകുമ്പോൾ കൊണ്ടുപോകണം. പിന്നെയെന്ന് വെച്ചാൽ, ഒക്കെ ചെറുപ്പം മുതലേ സുഖമില്ലായ്മയാണ്. ഒക്കെ എന്താ പറയുക, കിഡ്നിക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഇടയിൽ ഇനിയിപ്പോൾ അത് കൊണ്ടുപോയി നമ്മൾ നോക്കണം. കാരണം ഇപ്പോൾ 1.5 വയസ്സിൽ നമ്മൾ നോക്കിയതാണ്. അപ്പോൾ സ്കാനിങ് ടെസ്റ്റൊക്കെ അതിന് ശേഷം ചെയ്യാൻ പറഞ്ഞതാണ്. അപ്പോൾ അത് നമ്മൾ ചെയ്തില്ല. അപ്പോൾ ഇനി അതിൻ്റെ ഇടയ്ക്ക് ഇനിയിപ്പോൾ അത് നമ്മൾ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാം എന്താ പറയുക, ഓളെ കാര്യം നമുക്കെല്ലാം ടെൻഷനുള്ള കാര്യം തന്നെയാണ്. ഓരോന്നൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ഇതാണ് പ്രശ്നങ്ങളൊക്കെ. അപ്പോൾ പിന്നെ രണ്ടാളെയും ഹോസ്പിറ്റലിൽ കാണിച്ചു കിട്ടും. മറ്റോക്ക് ചെറിയൊരു പ്രശ്നം, രണ്ടാൾക്കും ചെറിയ എന്താ പറയുക, ഓക്ക് ചെറിയൊരു പ്രശ്നം ഉണ്ടായിട്ട് കൊണ്ടുപോയി കാണിച്ച്. ഇവളുടെ കഴിഞ്ഞാൽ ഓളെ ചെക്കപ്പും കാര്യങ്ങളൊക്കെ രക്തമൊക്കെ എടുത്ത് ടെസ്റ്റ് ചെയ്തപ്പം ഓക്കെന്താ അനീമിയ ഉണ്ട് എന്നാണ് പറഞ്ഞത് ഡോക്ടർ. അനീമിയ വേറെ എന്താ വെള്ളയല്ലോ, എന്താ പറയുക, അനീമിയ വിറയലോ എന്താ പറയല്ലേ, വിളരൽ പറയാൻ കിട്ടില്ല എനിക്കത്. അപ്പോൾ അതുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഓക്ക് കുറച്ച് മരുന്ന് കുടിക്കണം എന്നാണ് പറഞ്ഞത്. പിന്നെ ഓളൊരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനുള്ളത് റിസൾട്ട് കിട്ടിയില്ല. അത് നമുക്ക് ഡോക്ടറെ അടുത്തേക്ക് റിസൾട്ട് പോകുന്നതാണ്. നമ്മളോട് കുറച്ച് കഴിഞ്ഞിട്ട് ചെന്നിട്ട് കാണിക്കുമ്പോൾ ഡോക്ടറെ അടുത്തെത്തും എന്നാണ് പറഞ്ഞത്, റിസൾട്ടും കാര്യങ്ങളും കേട്ടോ. അതെങ്ങനെയാണെങ്കിലും ഒന്ന് നമുക്ക് നല്ലൊരു ദിവസം നല്ല, കാരണം രണ്ടാൾക്കും ഓരോരോ പ്രശ്നങ്ങൾ കാണിക്കലും. അപ്പോൾ എന്താ പറയുക, ഒരു വിഷമം പിടിച്ച ദിവസം തന്നെ ആയിരുന്നു. ഓരോന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷനാണല്ലോ, മക്കളെ കാര്യമാകുമ്പോൾ അല്ലേ. കാരണം നമുക്ക് എത്ര സന്തോഷം ഉണ്ടെങ്കിലും എനിക്ക് എത്ര വിഷമം ഉണ്ടെങ്കിലും മക്കൾക്ക് എന്തെങ്കിലും വരുമ്പോൾ നമുക്കത് സഹിക്കില്ലല്ലോ. അപ്പോൾ ഏതായാലും അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത്. അപ്പോൾ എന്താ പറയുക, നല്ല ബ്ലഡ് വെക്കാനുള്ള മരുന്ന് ഭക്ഷണം കാര്യങ്ങളൊക്കെ കൊടുക്കാൻ അറിയുന്ന മക്കളല്ലേ. നമ്മൾ പച്ചക്കറിയും കാര്യങ്ങളൊന്നും അവരൊന്നും അങ്ങനെ കഴിക്കില്ലല്ലോ. പിന്നെ ഇപ്പോൾ കാര്യമായിട്ട് കഴിക്കുന്ന കുറച്ച് മീനും കാര്യങ്ങളൊക്കെ അതേ ഉള്ളൂ കാര്യമായിട്ട് കഴിക്കുള്ളൂ. അപ്പോൾ
എന്താ പറയുക, പച്ചക്കറി ഇപ്പോൾ നമ്മളെ ഇലവർഗ്ഗങ്ങളിപ്പോൾ നമ്മൾ തിന്നുന്നാലും മക്കൾ കഴിക്കില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഡോക്ടർ ഇപ്പോൾ ഇന്നത്തെ ചെക്കപ്പിന് പോയപ്പം പറഞ്ഞത് കേട്ടോ. അപ്പം എന്താ വെച്ചാൽ എന്താ പറയുക, രാത്രി ഈ സമയത്താണ് ഇപ്പോൾ ഇന്ന് വീഡിയോ. ഇപ്പോൾ നമ്മളിത് എടുത്ത് കഴിഞ്ഞാൽ ഇപ്പോൾ അപ്ലോഡായി വരുമ്പോൾ തന്നെ ഇപ്പോൾ ഒരു മണിക്കൂറൊക്കെ എടുക്കുക. നമ്മളെ നെറ്റിൻ്റെ കാര്യമില്ല, സ്ലോ അല്ലേ, അപ്പോൾ ഭയങ്കര താമസമൊക്കെ ആയിരിക്കും. അപ്പോൾ എന്താണെങ്കിലും പിന്നെ വീഡിയോ കാണുന്ന ആൾക്കാർ സപ്പോർട്ട് ചെയ്യണം. പിന്നെ എന്താ പറയുക, സപ്പോർട്ട് ചെയ്താലേ നമുക്ക് ഒരു കാര്യമുള്ളതുകൊണ്ടാട്ടോ നിങ്ങളിങ്ങനെ പറയുന്നത്, സപ്പോർട്ട് ചെയ്യണമെന്ന്. പിന്നെ ഓരോരുത്തരുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങളെ വിശേഷങ്ങളൊക്കെ നമ്മളോട് പറയുകയും ചെയ്താലേ നമ്മളത് അറിയുള്ളൂ. കാരണം നമ്മളിങ്ങനെ എൻ്റെ കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ ഇതിൽ കൂടെ പറയുന്നതുകൊണ്ട് നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ അത് കാണുന്ന ആൾക്കാരെ വിശേഷങ്ങളും കാര്യങ്ങളൊന്നും നമുക്കറിയില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ പറഞ്ഞാലേ നമുക്കറിയുള്ളൂ. അപ്പോൾ എന്താ വെച്ചാൽ ഒരു ഉറങ്ങുകയാണ്. അപ്പോൾ ഞാൻ കൂടുതൽ ഇങ്ങനെ വർത്താനം പറയുമ്പോൾ ഉറക്കത്തിൽ നിന്ന് ഇങ്ങനെ ഉണർന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ സാധാരണയൊക്കെ ഞാൻ വീഡിയോ ഇട്ടാൽ മക്കളൊച്ചപ്പാട്, അപ്പോൾ എല്ലാവരും ചോദിക്കും എന്താ അതിങ്ങനെ ഒരൊച്ചപ്പാട്, ഒന്നെങ്കിൽ കോഴീൻ്റെ ഒച്ചപ്പാട്, അല്ലെങ്കിൽ മക്കളൊച്ചപ്പാട്, ഒന്നും കേൾക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു പൊട്ട ഫാൻ കറങ്ങുന്നുണ്ട് അതിൻ്റെ ഒച്ചപ്പാട്. അപ്പോൾ ഇങ്ങനെ ഓരോ ചോദ്യം ഉണ്ടാവും ഓരോരുത്തർക്ക്. അപ്പോൾ എന്താ ചെയ്യുക, നമ്മൾ സാധാരണക്കാരുടെ സാഹചര്യങ്ങൾ അങ്ങനെയൊക്കെ അല്ലേ. അപ്പോൾ അത് നിങ്ങളൊന്ന് മനസ്സിലാക്കി ഒന്ന് നമ്മൾ സഹകരിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ചോറൊന്നും കഴിച്ചില്ല. ഞങ്ങൾക്ക് ചോറ് കഴിച്ചോ? ഞങ്ങൾ ഫുഡൊക്കെ ഞാൻ ആക്കി വെച്ച് ഞാൻ അങ്ങോട്ട് പോകുന്നതാണ്. കാരണം ഇവർ ഉറങ്ങുന്ന സമയത്താണല്ലോ നമുക്ക് എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ പറയാനുണ്ടാകുക. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. ഫുൾ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയതാണ് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ. അപ്പോൾ വീഡിയോ കാണുന്ന ആൾക്കാർ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ട് ഉണ്ടാവുകയാണെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് ഇങ്ങനെ നാളെ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. അപ്പോൾ പുതിയ ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.